ഹലോ വ്യൂവേഴ്സ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ UAE-യിലെ ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച വിഭജിക മണിയന്റെയും 1.5 വയസ്സുകാരി വൈഭവയുടെയും ന്യൂസ്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ആത്മഹത്യ എന്ന് കരുതപ്പെടുന്നു. വിഭജിക എഴുതിയെന്ന് പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ ഭർത്താവും വീട്ടുകാരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് അവൾ പറയുന്നു. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം, ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം, ഭർത്താവിന്റെ പിതാവിന്റെ മോശമായ പെരുമാറ്റം, ഭർത്താവിന്റെ സഹോദരിയുടെ ഉപദ്രവങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മകളുടെ മരണത്തെക്കുറിച്ച് വിഭജികയുടെ അമ്മ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്നു മോനെ, എൻ്റെ കൊച്ചിനെ അവർ പീഡിപ്പിച്ച് അവൻ്റെ പെങ്ങളും അച്ഛനും അവനും കൂടെ ചേർന്ന മോനെ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. അവൻ എത്ര പണം കിട്ടിയാലും മുഴുക്കത്തില്ല മോനെ. എത്ര 5-6 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവര് എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല. എല്ലാത്തിനും സപ്പോർട്ട് അവൻ്റെ പെങ്ങളും അച്ഛനും ആയിരുന്നു മോനെ. ഒരു നിമിഷം എൻ്റെ മോളവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇതെല്ലാം അവിടെ നിന്ന് മെയ്ഡ് എന്നോട് പറഞ്ഞു. ഷാർജയിൽ HR മാനേജറായിരുന്നു ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു വിഭജിക. മാസം 5 ലക്ഷം രൂപ സാലറി കിട്ടിയിട്ടും ആ പണക്കൊതിയൻ ആ പെങ്കുച്ചിനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ആ അമ്മയുടെ വാക്കുകളിൽ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. 1.5 വയസ്സുകാരിയായ തന്റെ മകളുടെ കഴുത്തിൽ കൊലക്കയറ് കുരുക്കണമെങ്കിൽ ആ അമ്മ എന്തുമാത്രം ദുരിതം അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഭാഗ്യമായി കരുതുന്ന ഈ നാട്ടിലാണ് ഗർഭിണിയായിരിക്കെ ആ പെൺകുട്ടികൾക്ക് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. കേടായ ഷവർമ കഴിപ്പിച്ചു, ഭക്ഷണം കൊടുക്കാതെ ആ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. ഒന്നും പോരാഞ്ഞിട്ടാണ് ഭർത്തൃപിതാവ് ആ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയത്. ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞത് അച്ഛനും കൂടി വേണ്ടിയാണ് നിന്നെ കല്യാണം കഴിച്ചതെന്നാണ്. എന്തൊരു വൃത്തികെട്ട മനസ്സാണ് ആ മനുഷ്യൻ്റെത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ തെറ്റ് ചെയ്ത 3 പേരും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് ആ പെൺകുട്ടിയോട് കൂടുതലും തോന്നുന്ന ഒരു സഹതാപവും വിഷമവും എന്നൊരു ചെറിയൊരു ദേഷ്യവും കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാല്, കഷ്ടപ്പെട്ട് പഠിച്ച് HR മാനേജറായി ഷാർജയിൽ ജോലി വാങ്ങിച്ച ഒരു പെൺകുട്ടിക്ക്, അതായത് നല്ല ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിക്ക് ഈ പ്രതിസന്ധിയെ എങ്ങനെ വേണമെങ്കിലും തരണം ചെയ്യാമായിരുന്നു. വിഭജികയുടെ ഭർത്താവ് നിരീഷ് ഒരു തവണ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അന്നേ അത് കൊടുത്തിട്ട് ആ പെൺകുട്ടിക്ക് ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവൾ അതിന് തയ്യാറായില്ല. ഇത്രയും പഠിപ്പും വിവരമുള്ള ഒരു പെൺകുട്ടി എന്താ ആദ്യം ചെയ്യേണ്ടത്? സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മളെ വേണ്ടെന്ന് പറയുന്ന ഏതൊരു പ്രതിസന്ധിയെ ഒഴിവാക്കി സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത് ആ വഴി പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. വളർന്നു വരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും അവൾക്ക് നന്നായിട്ട് ജീവിക്കാമായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സ്ത്രീ പീഡനത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും മരിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ. അതിലൊന്നാണ് ഉത്തര, വിസ്മയ, ഇവരൊക്കെ. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നമ്മുടെ പെൺകുട്ടികൾ കുറച്ചെങ്കിലും ബോൾഡ് ആവണം. ഇത്തരം പ്രതിസന്ധികളെ ഒഴിവാക്കി ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം എന്നുള്ളത് തന്നെയാണ് നോക്കേണ്ടത്. മുന്നോട്ടെങ്കിലും വളർന്നു വരുന്ന പെൺകുട്ടികളും വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടികളും ഒന്ന് ചിന്തിക്കുക. എടുത്തു ചാടി ഒരു വിവാഹം വേണോ, അതോ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനമാണോ വേണ്ടതെന്ന്. സ്വന്തം കാലിൽ ഉറച്ചു നിന്നാൽ ഒരിക്കലും ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇതുപോലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യൂ.